ഒന്നിനു പിറകെ ഒന്നായിട്ട് ഇപ്പോൾ റഷ്യയിലുള്ള ഫ്രോഡുകളുടെ വീഡിയോസ് ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്നതായിട്ട് നിങ്ങൾ കണ്ടിരിക്കും. അപ്പം അങ്ങനെയുള്ള കുറേ യൂട്യൂബേഴ്സ് ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട്. അതായത് അവരെ ബിസിനസ്സിനെ നല്ല രീതിയിൽ ബാധിക്കുന്നു. കാരണം നമ്മൾ ജെന്യൂൻ ആയിട്ടുള്ള വീഡിയോ ചെയ്യുന്നത് കാരണം ഇവരെ ബിസിനസ്സിനെയൊക്കെ നല്ല രീതിയിൽ ബാധിക്കുന്നത് കാരണം ഇവരൊക്കെ നമുക്കെതിരെ വളരെ മോശമായിട്ടുള്ള രീതിയിലുള്ള ഒരു എവിഡൻസും ഇല്ലാത്തുള്ള വീഡിയോയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം ഇതിനുള്ള ആൻസർ ഞാൻ റഷ്യൻ ലാംഗ്വേജിലാണ് ഇവർക്ക് കൊടുക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ എല്ലാവർക്കും മല്ലു ലൈഫ് ഇൻ റഷ്യ എന്ന പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആഗേസ്, എൻ്റെ പേര് ഇജാസ്. അപ്പോൾ ഞാൻ റഷ്യൻ ലാംഗ്വേജിലും നമ്മുടെ മലയാളം ലാംഗ്വേജിലും ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് ഞാൻ അവനുള്ള ആൻസർ അവനോട് ചോദിക്കുന്നതാണ്. അപ്പോൾ അവന് കറക്റ്റായിട്ടുള്ള ആൻസർ അടുത്ത വീഡിയോയിൽ അവൻ ചെയ്യുന്നുണ്ടെങ്കിൽ അതാണ് എനിക്ക് കറക്റ്റായിട്ടുള്ള ആൻസർ തരണം. അപ്പം ആദ്യം അവൻ ഒരു പക്ക ഫ്രോഡാണ്. അവൻ്റെ ഫോട്ടോസ് ഞാൻ ഈ വീഡിയോയിൽ വെക്കുന്നുണ്ട്. അപ്പോൾ ഇവൻ ആദ്യമായിട്ട് എന്നോട് ചോദിച്ചത് ഞാൻ 1 കോടിയോളം രൂപ ആളുകളിൽ നിന്ന് പറ്റിച്ചു എന്നുള്ളതാണ് അവൻ പറയുന്നത്. അപ്പോൾ അത് ഞാൻ ഇവൻ്റെ അടുത്ത് റഷ്യയിൽ ചോദിക്കുകയാണ്. അപ്പോൾ അതിനുള്ള ആൻസർ റഷ്യയിൽ തന്നെ എനിക്ക് നീ തരണം കേട്ടോ. Вы должен показать меня доказательства, так что я украл 1 crore. Тебе YouTube channel, ты уже сказал. Мне нужно доказательства. അപ്പോൾ എനിക്ക് അതിനുള്ള ആൻസർ നീ തന്നിരിക്കണം. ഞാൻ നിന്നോട് റഷ്യയിൽ ചോദിച്ചു. നീ റഷ്യയിൽ കുറേ വർഷമായിട്ട് റഷ്യയിലുള്ള ഒരാളല്ലേ. അപ്പോൾ നിന്നോട് ഞാൻ റഷ്യയിൽ ചോദിച്ച ഈ ചോദ്യത്തിനുള്ള ആൻസർ вам придется ответ меня. Хорошо? Ты понимаешь, что я сказал? അതായത് നീ അതിനുള്ള ആൻസർ എനിക്ക് തന്നിരിക്കണം എന്നാണ് ഞാൻ റഷ്യയിൽ ഇപ്പം പറഞ്ഞിട്ടുള്ളത്. Вы придется ответ в это вопрос. അപ്പോൾ അതിനുള്ള ആൻസർ നീ തന്നിരിക്കണം. രണ്ടാമത് നീ പറയുന്നുണ്ട് 10 ദിവസം കൊണ്ട് റഷ്യയിൽ ആർക്കും പുറത്തുനിന്ന് വരുന്നുള്ള എല്ലാവർക്കും, അതായത് റഷ്യൻ വയനാ ബില്ലത്ത് കിട്ടും. അതുപോലെ തന്നെ റഷ്യയിൽ ആർമിയിൽ ജോയിൻ ചെയ്യാൻ പറ്റും. നിന്റെ കുറേ സുഹൃത്തുക്കളെ റഷ്യൻ ആർമിയിൽ ജോയിൻ ചെയ്യുന്ന കുറേ സുഹൃത്തുക്കളെ നിനക്ക് അറിയാമെന്ന് പറയുന്നുണ്ട്. അപ്പം നീ ഒന്നാമത്തെ ഒരു പക്ക ഫ്രോഡ് എന്നുള്ളത് തെളിയുന്നതിൻ്റെ ഒറ്റൊരു കാരണം, ഫസ്റ്റത്തെ ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിന്റെ സുഹൃത്തുക്കൾ കുറേ ആൾക്കാർ ഇതിൽ വർക്ക് ചെയ്യുന്നുണ്ട് എന്ന് നീ പറയുന്നുണ്ട്. അപ്പോൾ നിനക്കത് അറിയാം. അപ്പം നീ കൊണ്ടുവന്നിട്ടാണ് ഇങ്ങനെയുള്ള ഈ ഒരു കൊണ്ടുവന്നതെന്നുള്ള അതിൻ്റെ ഒരു തെളിവായിട്ടാണ് നീ അപ്പോൾ അത് പറഞ്ഞിട്ടുള്ളത്. നിന്റെ വീഡിയോ തന്നെ നിന്റെ വായിൽ തന്നെ ആ വാക്ക് വരുന്നുണ്ട്. പിന്നെ 1 കോടി ഞാൻ പറ്റിച്ചു എന്നുള്ളതിൻ്റെ തെളിവും കൂടി നീ എനിക്ക് കാണിച്ചു തരണം. അത് ഞാൻ നിന്നെ വെല്ലുവിളിക്കുകയാണ്. പിന്നെ നീ കുറേ നിന്റെ സുഹൃത്തുക്കൾ ഇതിൽ വർക്ക് ചെയ്യുന്നുണ്ട് എന്നൊക്കെ നീ പറയുന്നുണ്ട്. അപ്പോൾ അതിനുള്ള തെളിവും നീ എനിക്ക് തരണം. അപ്പോൾ എന്നോട് ഞാൻ മറ്റൊരു ക്വസ്റ്റ്യൻ ഞാൻ എന്നോട് റഷ്യൻ ലാംഗ്വേജിൽ ചോദിക്കുകയാണ്. അതായത് നീ പറയുന്നുണ്ട് ആർക്ക് വന്നു കഴിഞ്ഞാലും പുറത്ത് രാജ്യത്തു നിന്നുള്ള സിറ്റിസനുള്ള ആളുകൾ റഷ്യയിലേക്ക് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് റഷ്യൻ ആർമിയിൽ ജോയിൻ ചെയ്യാൻ പറ്റുമെന്ന് നീ പറയുന്നുണ്ട്. 10 ദിവസത്തിനുള്ളിൽ അവന് റഷ്യൻ ആർമിയിൽ ജോയിൻ ചെയ്യാൻ പറ്റുമെന്ന് അവൻ പറയുന്നുണ്ട്. എന്നിട്ട് അവന് അപ്പം തന്നെ വയന്ന ബില്ലത്ത് എന്ന് പറഞ്ഞ, അതായത് വാർ ടിക്കറ്റ് കിട്ടുമെന്നും നീ പറയുന്നുണ്ട്. Через 10 дней Польши военная билет иностранных граждан Эсрим прилетает в Россию. Ты сказал уже. Так, не так. Если ты работаешь, ты военкомат, если ты ходил в военкомат, ты надо сделать медкомиссию. Что я сказал, ты знаешь медкомиссию. Они смотри анализ все тебе. Потом ты хорошо, здорово, хорошо. Они тебе дают военный билет. മനസ്സിലായി ഞാൻ എന്താണ് പറഞ്ഞതെന്നുള്ളത്. നിന്റെ മെഡിക്കൽ ചെക്കപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം നീ ഹെൽത്തി ആണെന്ന് അവർക്ക് മനസ്സിലായതിനു ശേഷം മാത്രമേ ഒരു വൈന ബില്ലത്ത് നിനക്ക് കിട്ടത്തുള്ളൂ. അതുപോലെ തന്നെ നീ റഷ്യൻ ആർമിയിൽ ജോയിൻ ചെയ്തിരിക്കണം. ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നിനക്ക് റഷ്യൻ ആർമിൻ്റെ ഈ ഒരു വാർ ടിക്കറ്റ് വയന ബില്ലത്ത് നിനക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ അതിൻ്റെ തെളിവ് ഞാനിവിടെ കാണിക്കുന്നുണ്ട്. നിങ്ങളത് ഒന്ന് വായിച്ചു നോക്കിക്കോ. അല്ലെങ്കിൽ ആ യൂട്യൂബിൻ്റെ ആ ലിങ്കും ഇതൊക്കെ ഞാൻ ഇതിൽ കൊടുക്കുന്നുണ്ട്. അത് കറക്റ്റ് വായിച്ചു കഴിഞ്ഞാൽ അവന് എന്തൊക്കെയോ തെളിവൊക്കെ വെച്ചിട്ടാണ് ഞാൻ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ നമുക്ക് അതിനുള്ള ആൻസർ കൊടുക്കണമല്ലോ. അപ്പോൾ ഇങ്ങനെ അവൻ പറയുന്നത് അവനെ കണ്ടാൽ തന്നെ അറിയാം പക്ക ഫ്രോഡാന്നുള്ളത്. അപ്പം കാരണം വെച്ചാൽ ഈ ദൗർബല്യം മുതലാക്കി വരുന്ന ചില ഏജന്റുമാരാണ് ഇവന്മാർ. പക്ഷെ ഇതിനൊക്കെ ആൻസർ കൊടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ എൻ്റെ ടൈം വെറുതെ പോകുന്നു എന്നുള്ളതാണ്. Российский полиция поймет тебя скоро. Быстро они найдут тебя. Они сейчас поиск тебе.
Ты Челябинск живу. Хорошо? ഒരു മിനിറ്റ്. എൻ്റെ വീഡിയോയിൽ ഈ പറയുന്ന കുറേ കാര്യങ്ങളുണ്ട്, അന്ന് നോക്കണം. ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ട് പല കാര്യങ്ങളും ഇതിലൂടെ പറയുന്നുണ്ട് നിന്റെ വീഡിയോയിലൂടെ. അതിനുള്ള വ്യക്തമായ ആൻസറാണ് ഞാൻ നിന്റെ ഈ വീഡിയോയിലൂടെ ചോദിക്കുന്നത്. അതായത് ഞാൻ ചോദിക്കുന്നത് вы загружает на YouTube будущее вы заблуждение видео. നീ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ഒരു വീഡിയോ ആണ് നീ ഇപ്പോൾ ഈ വീഡിയോ ഇതിലൂടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇവിടെ ഞാൻ കുറച്ച് കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. Вы противном случае вы попадают в тюрьму. Otherwise you will go to the Russian jail. നീ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്നുള്ള വീഡിയോ നീ ഓൾറെഡി ഇത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നീ ജയിലിലേക്ക് പോകാനുള്ള എല്ലാ അവസരവും നീ തന്നെയാണ് ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനുള്ള കാരണങ്ങൾ നീ എനിക്ക് കറക്റ്റായിട്ട് തെളിയിച്ച് തന്നിരിക്കണം. കാരണം ഞാൻ നിന്നോട് കുറച്ച് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെ ക്വസ്റ്റ്യൻ എന്നുള്ളത് നിനക്കറിയാം. നീ പറഞ്ഞതിനുള്ള കുറേ ക്വസ്റ്റ്യൻസ് ആണ് ഞാനിൽ ചോദിച്ചിട്ടുള്ളത്. അവൻ പറയുന്നുണ്ട് അവൻ്റെ വീഡിയോയിലൂടെ ഇവൻ പല തട്ടിപ്പിലും ഉടായ്പിലൂടെയും റഷ്യയിൽ ഒരു സ്പാ മസാജ് തെറാപ്പി, ഇറോട്ടിക് മസാജ്, അങ്ങനെ എന്തെങ്കിലും ഒരു മസാജ് എന്തൊക്കെ ചെയ്തിട്ട് ഇവിടെ നിൽക്കുകയാണ്. ഇവിടെ ഇവരെങ്ങനെയാണ് ചില്ലാബിയൻസ്കിൽ എത്തിപ്പെട്ടത് എന്നുള്ളത് എനിക്കറിയില്ല. Ты покажи тебе документ. Какой документ тебе есть? У вас есть? Мне покажу. Какой сертификат тебе есть? Мне покажу. Мне нужно. Я уже покажу мои документы. Все документы я уже покажу. ഞാൻ എൻ്റെ എല്ലാ ഡോക്യുമെന്റുകളും എൻ്റെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും കാണിച്ചിട്ടുണ്ട്. അവനുള്ള ഡോക്യുമെന്റ് എല്ലാം എനിക്ക് കാണിക്കണം. എന്തൊക്കെ ഈ വയ്യന്ന ബില്ലത്ത് എന്ന് പറഞ്ഞ സംഭവം അതെനിക്ക് പ്രത്യേകിച്ച് എസ്പെഷ്യലി നീ എനിക്ക് കാണിക്കണം. നീ കുറേ വർഷമായിട്ട് റഷ്യയിലുള്ള ആളല്ലേ. അപ്പോൾ എനിക്ക് നിന്റെ വീഡിയോയിലൂടെ ആ വയ്യന്ന ബില്ലത്ത് നിനക്ക് നാളെ വീഡിയോ ചെയ്യാം. ആ നാളെ എനിക്ക് നിന്റെ ആ വയ്യന്ന ബില്ലത്ത് നീ എനിക്ക് കാണിച്ചു തരണം. ഞാൻ എൻ്റെ വീഡിയോയിലൂടെ ഓൾറെഡി ഞാൻ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനുള്ള ഒരു തെളിവെന്ന രീതിയിൽ നീ എനിക്കത് കാണിച്ചു തരണം. നിന്റെ വയ്യന്ന ബില്ലത്ത് എന്താണ്, നിന്റെ കയ്യിൽ ആ സാധനം ഉണ്ടോ എന്നുള്ളത് എനിക്കത് കാണിച്ചു തരണം. നീ റഷ്യയിൽ പക്ക ഫ്രോഡാണെന്നുള്ളത് നിന്നെ കണ്ടാൽ തന്നെ ആളുകൾക്ക് മനസ്സിലാവും. അത് പിന്നെ നിന്റെ ആ ഒരു ചിരിയും നിന്റെ ആ ഒരു എന്താ പറയുക, നിന്റെ ആ പക്ക ഫ്രോഡ്, നീ കളിച്ച ഗെയിം എന്നെ കൊണ്ട് ആരാണ് കളിപ്പിക്കുന്നത് എന്നുള്ളതും എനിക്കറിയാം. അതുപോലെ തന്നെ അതിൻ്റെ താഴെ വന്നിട്ട് അവനെ മണിച്ചിത്ര താഴെ പൂട്ടണം എന്ന് പറഞ്ഞിട്ട് അവൻ്റെ കുറച്ച് സുഹൃത്തുക്കൾ വന്നിട്ട് എഴുതിയിട്ടുണ്ട്. മണിച്ചിത്ര താഴെയുള്ള പൂട്ടിട്ടിട്ട് നീ പൂട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് വാ, ഞാൻ കൈ ഇങ്ങനെ വെച്ച് തരാം നീ പൂട്ടാൻ വേണ്ടിയിട്ട്. എടാ നീ ആണ് മോനാണെന്നുണ്ടെങ്കിൽ ഞാൻ നല്ല രീതിയിൽ സംസാരിക്കുകയാണ്. ഒരാളെ കുറിച്ചിട്ട് മോശമായി വിമർശിക്കുമെന്ന സമയത്ത് അതിനുള്ള തെളിവ് നിന്റെ കയ്യിലുണ്ടായിരിക്കണം. അതായത് അതായത് നീ അതിനുള്ള തെളിവ് നിന്റെ കയ്യിൽ ഉണ്ടായിരിക്കണം. അതാണ് പറയുന്നത്. തെളിവില്ലാതെ ആരാണ് എൻ്റെ വീഡിയോ എൻ്റെ അധികാരമില്ലാതെ നിനക്ക് യൂട്യൂബിൽ ഇടാൻ പെർമിഷൻ തന്നത്? ബിസ് മൈ റസറഷ്യനി без моя согласия. То разместия вас загружает моя YouTube വീഡിയോ എൻ്റെ സമ്മതപ്രകാരം അല്ലാതെ то уполномочил вас загружать моя YouTube വീഡിയോ. ആരാണ് നിനക്ക് അധികാരം തന്നത് എൻ്റെ വീഡിയോ യൂട്യൂബിൽ ഇടാൻ വേണ്ടി? Я знаю, ты очень большой вор и большой мошенник. നീ വലിയൊരു ഫ്രോഡാണെന്നും നീ വലിയൊരു സ്കാമറാണെന്നും എനിക്ക് നന്നായിട്ട് അറിയാം. കാരണം നീ എനിക്ക് നവംബർ 28 മെസ്സേജ് അയച്ചിട്ടുണ്ട്. അതെൻ്റെ ഫോണിലുണ്ട്. അതിനുശേഷം നീ പല രീതിയിലും നിനക്ക് പല കാര്യങ്ങളും അറിയണമായിരുന്നു. അപ്പം നീ അതിനുള്ള ഒരു ഗെയിം തന്ത്രപരമായിട്ട് പല കാര്യങ്ങളും എന്നിൽ നിന്നും മനസ്സിലാക്കാൻ ശ്രമിച്ചു. പക്ഷേ നിനക്കുള്ള ആൻസർ കറക്റ്റായിട്ട് കിട്ടിയിട്ടില്ല. കാരണം നീ അത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നീ ഒരു പക്ക ഫ്രോഡാണെന്നുള്ളത് ബൾഷോയ ബോർ ഈ ബൾഷോയ മോഷനിക്, നീ വലിയൊരു കള്ളനാണെന്നും ഒരു സ്കാമർ ആണെന്നുള്ളത് അപ്പം തന്നെ എനിക്ക് മനസ്സിലായിരുന്നു. എനിക്കറിയേണ്ട ഒറ്റൊരു കാര്യം, തോ ഉപ്പളിന മോച്ചിൽ വാസ് സഗ്രുജാത്ത് മൈ വീഡിയോ നാ യൂട്യൂബ്. നിനക്ക് ആരാണ് അധികാരം തന്നത്? ഇതാണ് എൻ്റെ ക്വസ്റ്റ്യൻ. Вы должен показать меня доказательства. Так, что я украл 1 crore. ഞാൻ 1 കോടി പറ്റിച്ചു എന്നുള്ളതിന്റെ തെളിവ് നീ എനിക്ക് കാണിച്ചു തരണം. Российский полиция поймет
Bistratibia Naidu, Ani Naidu Tibia. Patamo Syllabians. ഒരാളെ കുറിച്ച് മോശമായ കാര്യങ്ങൾ വിമർശിക്കുമ്പോൾ അതിനുള്ള ആൻസർ കൂടി നിന്റെ കയ്യിൽ ഉണ്ടായിരിക്കണം. നീ ആരാണെന്നാണ് നിന്റെ വിചാരം. നീ കുറച്ചു കാലമായിട്ട് റഷ്യയിൽ വന്ന് റഷ്യയിൽ എന്തൊക്കെയോ ജോലി സ്പാ തെറാപ്പിസ്റ്റാണെന്നൊക്കെയാണ് ഞാൻ കേട്ടത്. അപ്പൊ അത് ചെയ്യുന്ന നീ, ഒരു തട്ടിപ്പിലൂടെ പല ഉഡായിപ്പ് പരിപാടിയും ചെയ്യുന്ന നീ, പക്ക ഫ്രോഡായിട്ടുള്ള നീ, എനിക്കെതിരെ എങ്ങനെയാണ് നീ വീഡിയോ ചെയ്തത്? എടാ 5 കൊല്ലം ഞാൻ 16 കൊല്ലം ഏതെങ്കിലും വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടോ? ഇന്ത്യയെക്കാളും എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ റഷ്യയിൽ വന്നതാണ്. നീ വെറും 5 കൊല്ലം മാത്രം. എടാ, റഷ്യയിലുള്ള എല്ലാ ലീഗൽ ഡോക്യുമെന്റ്സും എൻ്റെ കയ്യിലുണ്ട്. അത് ഞാൻ ജനങ്ങളെ കാണിപ്പിച്ച് നിങ്ങൾ റഷ്യയിൽ വരണം, നിങ്ങൾ റഷ്യയിൽ വന്നേ പറ്റൂ, റഷ്യ വളരെ ഒരു വലിയൊരു എമൗണ്ട് നിങ്ങൾക്ക് ഏൺ ചെയ്യാൻ പറ്റും എന്നൊന്നും ഞാൻ ആരെയും പറഞ്ഞ് കൺവിൻസ് ചെയ്യിപ്പിച്ചിട്ടില്ല. നീ പറഞ്ഞ കാര്യങ്ങളിലുള്ള ആൻസറാണ്. ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല, ഞാൻ ആരെയും നിർബന്ധിച്ചിട്ടില്ല നിങ്ങൾ റഷ്യയിൽ വരണം, റഷ്യയിൽ വന്നു കഴിഞ്ഞാൽ അടിച്ചു പൊളിച്ച് ജീവിക്കാം, നല്ല പൈസ നിങ്ങൾക്ക് ഏൺ ചെയ്യാം. നിന്നെ പോലെ പക്ക ഫ്രോഡ് തരം ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. പക്ഷെ നിന്റെ ശിഖണ്ഡികൾ ചിലപ്പം എൻ്റെ വീഡിയോന്റെ താഴെ വന്നിട്ട് അങ്ങനെ ചിലപ്പോൾ പറയാനുള്ള സാധ്യതയുണ്ട്. കാരണം എന്നെ വിളിച്ചിട്ടില്ല ജെന്യൂൻ ആയിട്ടുള്ള ആളെടുത്ത് ഞാൻ ഒരുപാട് ആൾക്കാർ ഞാൻ കൺസൾട്ടൻസി വഴി പേപ്പർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അവർക്കൊക്കെ അറിയാം, ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത്യാവശ്യം കഷ്ടപ്പാടാണ്, നല്ല കഷ്ടപ്പാടുണ്ട് ജോലിക്ക്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇത്രയും ഒരു 55 to 60 ഉള്ളിൽ എല്ലാം കഴിഞ്ഞ് നിങ്ങൾക്ക് ഒരു 55 ഒക്കെ ഏൺ ചെയ്യാൻ പറ്റത്തുള്ളൂ. ബാക്കി നിങ്ങളെ റൂമും ചിലവും ഇലക്ട്രിസിറ്റി ബില്ലും അതൊക്കെ ആയിട്ട് നിങ്ങളിൽ നിന്ന് പൈസ പോകും എന്നുള്ളത് എല്ലാവരോടും പറഞ്ഞ് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമാണ് ഞാൻ ആളുകൾക്ക് കമ്പനിയിൽ നിന്നുള്ള ഒരു കോൺട്രാക്ട് ഇൻവിറ്റേഷൻ വാങ്ങിച്ചു കൊടുക്കുന്നത്. അല്ലാതെ എനിക്ക് സ്വന്തമായിട്ട് ഒരു കമ്പനിയിൽ നിന്ന് ഡയറക്റ്റ് കൊടുക്കുക, എനിക്കൊരു കമ്പനിയോ ഒന്നുമില്ല, എനിക്കൊരു കമ്പനിയിൽ നിന്ന് ഒരിക്കലും കൊടുക്കാൻ പറ്റില്ല. ആ കമ്പനിയാണ് ഡയറക്റ്റ് കൊടുക്കുന്നത്. കമ്പനിക്കുള്ള അതിനുള്ള അവകാശമുണ്ട്. ആർക്ക് എങ്ങനെ കൊടുക്കണം എന്നുള്ളത് കമ്പനിയാണ് തീരുമാനിക്കേണ്ടത്, അല്ലാതെ നീയല്ല തീരുമാനിക്കേണ്ടത്. നിന്നെപ്പോലുള്ള പക്ക ഫ്രോഡല്ല തീരുമാനിക്കേണ്ടത്. അതൊരു കമ്പനിയാണ്. അത് കമ്പനി തീരുമാനിക്കും ആർക്ക് എങ്ങനെ കൊടുക്കണം എന്നുള്ളത്. പിന്നെ കമ്പനിന്റെ പെർമിഷനോട് കൂടി ഒരാൾക്ക് എവിടെ വേണമെങ്കിലും വർക്ക് ചെയ്യാം. കമ്പനിയുടെ പെർമിഷൻ ഇല്ലാതെ വർക്ക് ചെയ്യാൻ പറ്റില്ല. പക്ഷെ കമ്പനി പെർമിഷൻ കൊടുക്കുന്നുണ്ടെങ്കിൽ അവർക്ക് വർക്ക് ചെയ്യാം. വേറൊരു കമ്പനി അവരെ ഏറ്റെടുക്കാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ അവർക്ക് വർക്ക് ചെയ്യാനുള്ള അലോഡ് ഉണ്ട് ഇവിടെ. അത് നിനക്കറിയാം. അപ്പോ കമ്പനിന്റെ കോൺട്രാക്ട് അങ്ങോട്ടേക്ക് മാറ്റിയാൽ മതി. അതായത് ഇൻവിറ്റേഷൻ അങ്ങോട്ടേക്ക് ചേഞ്ച് ചെയ്താൽ മതി. അങ്ങനെ ചെയ്തിട്ട് അവർക്ക് വർക്ക് ചെയ്യാം. ഇതിനെക്കുറിച്ച് യാതൊരു ഐഡിയ ഇല്ലാത്ത, ബേസിക് നോളജ് പോലും ഇല്ലാത്ത നിന്നെ പോലുള്ള പക്ക ഫ്രോഡുകൾ ഉണ്ട്. പിന്നെ നമുക്ക് കമ്പനിന്റെ വിസയെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് വിസയുണ്ട്. കമ്പനി ഡയറക്റ്റ് വിസ, വർക്ക് എംപ്ലോയ്മെന്റ് വിസയുണ്ട്. റബൂത്ന ദിയത്തിൽസ്തവ എന്ന് പറയും. അതായത് ത്രുദോവയ ദിയത്തിൽസ്തവ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വർക്ക് എംപ്ലോയ്മെന്റ് വിസ എന്ന് പറയും. അതായത് അതിൽ നമുക്ക് ഒരു വർഷത്തേക്ക് റഷ്യയിൽ ഒരു വർഷത്തേക്ക് കിട്ടുന്ന വിസയാണ്. ഒരു വർഷത്തേക്ക് കിട്ടുന്ന 3 മാസത്തേക്ക് ആദ്യം സ്റ്റാമ്പ് ചെയ്ത് കിട്ടും. 3 മാസം കഴിഞ്ഞിട്ട് റഷ്യൻ ലാംഗ്വേജ് എക്സാം പാസ്സായതിനു ശേഷം നിങ്ങൾക്ക് കണ്ടിന്യൂ ആയിട്ട് റഷ്യയിൽ 1 വർഷം വരെ നിൽക്കാം. പിന്നെ വേണമെങ്കിൽ അത് 3 വർഷം വരെ കോൺട്രാക്ട് ഉണ്ടാവും. ആ കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്ത് 1 വർഷം കഴിയുമ്പോൾ ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് പോകും. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ 1 വർഷം കഴിഞ്ഞ് നിൽക്കാം. ഇല്ലെങ്കിൽ കമ്പനി ഓണറായിട്ട് സംസാരിച്ച് നിങ്ങൾക്ക് നാട്ടിലേക്ക് പോകാവുന്നതാണ്. അത് ആ കമ്പനിയിൽ മാത്രമേ നിങ്ങൾക്ക് വർക്ക് ചെയ്യാനുള്ള പെർമിഷൻ ഉള്ളൂ. അതിൽ നിങ്ങളൊരു ടാക്സ് പേയ്മെന്റ് ചെയ്യേണ്ടതായിട്ട് വരും. ആ ടാക്സ് കട്ടാക്കിയിട്ടുള്ള എമൗണ്ട് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുക. പിന്നെ ഇവരെ പോലുള്ള പക്ക ഫ്രോഡുകൾ ഇങ്ങനെയുള്ള ദൗർബല്യങ്ങൾ യൂസ് ചെയ്തിട്ട്, കാരണം മറ്റുള്ളവർ പറയുന്ന, നമ്മളിപ്പം യൂട്യൂബേഴ്സിന്റെ ഇടയിലുള്ള ചില പ്രശ്നങ്ങളുണ്ട്. അപ്പം ചില ആൾക്കാർ കുറച്ച് തട്ടിപ്പുകളും കാര്യങ്ങളൊക്കെ ഫ്രോഡ് ഗെയിമൊക്കെ നടത്തിയത് നിങ്ങൾക്കറിയാം. പല ആളുകളും പെട്ട അവസ്ഥയിലുണ്ട്. പല ആൾക്കാർക്കും ക്യാഷ് തിരിച്ചു കിട്ടിയിട്ടില്ല, ഇപ്പോഴും അതിന്റെ പിന്നിലാണ്. അങ്ങനെയുള്ള ഒരുപാട് ആൾക്കാർ ഇപ്പോൾ പല പ്രശ്നത്തിലും പെട്ടുകിടക്കുകയാണ്. നിങ്ങൾക്കറിയാം. അതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ പല വീഡിയോസും അതിന്റെ പിന്നിൽ കളിച്ച വലിയ വലിയ ഏജന്റുമാരുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ദൗർബല്യം മുതലെടുത്തുകൊണ്ട് ഇതിനെ പോലുള്ള ക്രിമികളൊക്കെ കയറിയിട്ട് അത് യൂസ് ചെയ്യാനുള്ള ഒരു തന്ത്രം അവൻ കാണിച്ചു. ഇതിൽ ഇനിയും ഇങ്ങനെയുള്ള പക്ക ഏജന്റുമാർ വരാനുള്ള സാധ്യതയുണ്ട്. കാരണം ഇവന്മാർക്കൊക്കെ ഒരു അവസരമാണിത്, ഒരു വമ്പൻ ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി എന്ന് പറയാം. കാരണം മറ്റുള്ളവനെ താഴ്ത്താൻ കിട്ടിയിട്ടുള്ള ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ഇവനെ പോലുള്ള പക്ക ഫ്രോഡുകളെ യൂസ് ചെയ്യാണിത്. പക്ഷെ ഇവന്റെ ഞാൻ മാന്യമായ രീതിയിൽ തന്നെ സംസാരിക്കാം.
കാരണം ഇവനോടൊന്നും മാന്യമായ രീതിയിൽ സംസാരിച്ചിട്ട് കാര്യമില്ല. ഇവനൊക്കെ പക്ക ഫ്രോഡാണ്, മോഷണിക്കാണ്. റഷ്യൻ ലാംഗ്വേജിൽ സ്കാമർ എന്നിനെ മോഷണിക് എന്ന് പറയും, ഫ്രോഡിനെ വോർ എന്ന് പറയും. അങ്ങനെ ആ 2 വാക്കുകളാണ് ഇവനായിട്ട് സൂട്ടബിൾ ആയിട്ട് പോകുന്നത്. അപ്പം ഇവൻ കാണിക്കാൻ പറ്റിയ ഇവൻ ചോദിച്ച 2 ചോദ്യങ്ങളുണ്ട്. ഇജാസ് അവൻ പല ഡോക്യുമെന്റും എടുത്ത് കാണിച്ചിട്ട് നാട്ടിലുള്ള ആളുകളെ റഷ്യയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് എൻ്റെ എനിക്ക് അതുണ്ട്, എനിക്ക് ഇതുണ്ട് എന്നൊക്കെ കാണിച്ചിട്ട് നാട്ടിലുള്ള ആളുകളെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ ശ്രമിക്കുകയാണെന്നൊക്കെയാണ് ഇവൻ പറയുന്നത്. ഞാൻ ഇന്നേ വരെ നിന്റെ പേര് ജുബി എന്നാണെന്നുള്ളത് നീ അതിൽ റഷ്യൻ ലാംഗ്വേജിൽ എഴുതിയിട്ടുണ്ട്. നിനക്ക് റഷ്യ എനിക്ക് എഴുതാനും അറിയും, വായിക്കാനും അറിയും. റഷ്യൻ ലാംഗ്വേജ് പാസ്സായിട്ടാണ് എനിക്ക് റഷ്യൻ പാസ്പോർട്ട് കിട്ടിയത്. അതുകൊണ്ട് നിന്റെ പേര് ജുബി എന്നാണ്, നീ ചില്ലാബിയൻസ്കിലാണ് താമസിക്കുന്നത് എന്നുള്ളതും എനിക്കറിയാം. ജുബി, നിന്റെ അടുത്ത് എനിക്ക് പറയാനുള്ളത്, ഞാൻ ഇന്നേ വരെ ആരും നിർബന്ധിച്ചിട്ടില്ല. ആളുകൾ എന്നെ വിളിച്ചാണ് പല സംശയങ്ങളും ചോദിക്കാറുള്ളത്. എനിക്കറിയാവുന്ന ഉത്തരങ്ങൾ ഞാൻ അവർക്ക് കൊടുക്കാറുണ്ട്. മാക്സിമം ഞാൻ എല്ലാവർക്കും ഉത്തരം കൊടുക്കാറുണ്ട്. ചില സമയങ്ങളിൽ എനിക്ക് ഒരുപാട് മെസ്സേജ് വന്ന് കിടക്കുന്ന കാരണം എല്ലാവർക്കും അതിനുള്ള ആൻസർ കൊടുക്കാനുള്ള സമയം കിട്ടാറില്ല. പല ആൾക്കാരും വീഡിയോ മുഴുവനായും കാണാതെയാണ് നമ്മളെ വിളിക്കാറുള്ളത്. അപ്പം അതിൽ ആ വീഡിയോ മുഴുവനായും കണ്ടാൽ തന്നെ അതിലുള്ള മുഴുവൻ ആൻസറും അവർക്ക് കിട്ടും. അവർ ഒരാളെ വിളിക്കേണ്ട ഒരു ആവശ്യം വരുന്നില്ല. അപ്പോൾ എന്നിരുന്നാലും ഇവനുള്ള ഒരു ചെറിയ ആൻസറാണ്. അപ്പോൾ ഇവന്റെ വീഡിയോ ഒന്നും ഞാൻ ഇതിൽ കാണിക്കുന്നില്ല. ഇവനാകെ ഒരു 10-55 ഒരു 100 വ്യൂസിന്റെ ഉള്ളിലൊക്കെ ഉള്ളൂ. ഇവനങ്ങനെ ഫേമസ് ആവണ്ട എന്റെ വീഡിയോ കണ്ടിട്ട്. ഇവൻ പല തട്ടിപ്പിലൂടെയും ഫേമസ് ആവാനുള്ള പരിപാടിയാണ്. നമ്മളെ വീഡിയോ യൂസ് ചെയ്തിട്ട് ഫേമസ് ആവാനുള്ള ഒരു കള്ള ഫ്രോഡാണ് ഇവൻ. ചില്ലാബിയൻസിൽ താമസിക്കുന്ന ജുബി എന്ന ഒരു കള്ള ഫ്രോഡാണ് ഇവൻ. അപ്പോൾ എന്നിരുന്നാലും ഇവന്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോയിൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ കള്ളന്റെ കയ്യിൽ നിങ്ങൾ പേപ്പർ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഉടൻ തന്നെ എത്രയും പെട്ടെന്ന് വിഡ്രോ ചെയ്യുക, പിൻവലിക്കുക. അപ്പോൾ നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയതിനു ശേഷം മാത്രം ഇങ്ങനെയുള്ള പക്ക ഫ്രോഡുകളുടെ വീഡിയോ, കാരണം ഇനി നമുക്ക് ഒരുപാട് കണ്ടന്റ്സ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള ഫ്രോഡുകൾ വരും. ഇങ്ങനെ വീഡിയോയുടെ താഴെ അപ്പോൾ നമുക്ക് ഒരുപാട് കണ്ടന്റ്സുകൾ കിട്ടും. അപ്പോൾ അങ്ങനെയുള്ള കണ്ടന്റ്സിലുള്ള ഈ ഫ്രോഡുകൾക്കുള്ള ആൻസറുമായിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ഗുഡ് ബൈ. അങ്ങനെയുള്ള ഒരുപാട് ഫ്രോഡുകൾ ഇനിയും വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അവർക്കുള്ള ആൻസർ നമ്മൾ കൊടുക്കേണ്ടി വരും മിക്കവാറും അതിനുള്ള ആൻസർ. അപ്പം എല്ലാവർക്കും ഇനി ഇങ്ങനെയുള്ള ഊച്ചാളികൾക്കൊന്നും ആൻസർ കൊടുക്കാനുള്ള എനിക്ക് സമയമില്ല. പക്ഷെ എന്നാലും പോലും ഇവനൊക്കെ വലിയ ആളാവാൻ വേണ്ടിയിട്ട് മറ്റുള്ളവരുടെ മുമ്പിൽ അവൻ എന്തോ വലിയ സംഭവമാണ്, മറ്റാൾക്കാർ ഒന്നുമല്ല എന്നുള്ള രീതിയിൽ വരുത്തി തീർക്കാനുള്ള അവന്റെ തന്ത്രപരമായ നീക്കങ്ങൾ അത് പൊളിച്ചെടുക്കും എന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട. അങ്ങനെയുള്ള ആളുകൾ ഇനി വരികയാണെങ്കിൽ 100% അവന്റെ വീഡിയോ ഞാൻ ചെയ്തിരിക്കും. അപ്പം നമ്മളെ ട്രസ്റ്റ് ഉള്ള ആൾക്കാർ മാത്രം നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. നിങ്ങൾക്ക് ട്രസ്റ്റബിൾ ആയിട്ടുള്ള ആളുകൾ മാത്രമായിട്ട് കോൺടാക്ട് ചെയ്യാം. അല്ലാതെ ഇവനെ വിശ്വസിക്കുന്ന ആളുകൾ എന്നെ ദയവ് ചെയ്ത് കോൺടാക്ട് ചെയ്ത് ഇവൻ പക്ക ഫ്രോഡാണെന്നുള്ളത് ഞാൻ ഒന്നും കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. കാരണം ഞാൻ എൻ്റെ വീഡിയോയിൽ വേറൊരുത്തനെ കൂടി പക്ക ഫ്രോഡാണെന്നുള്ളത് എൻ്റെ വീഡിയോയിലൂടെ ഞാൻ ഓർമ്മപ്പെടുത്തിയിരുന്നു. അവൻ ഇന്ന് ഇന്ത്യൻ പോലീസിന്റെ കയ്യിലാണ്. ഓൾറെഡി അവൻ 2 കോടിയോളം പറ്റിച്ച് അവൻ ഓൾറെഡി ജയിലിലാണ് ഇപ്പോൾ ഉള്ളത്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. അതേപോലെ ഉള്ള ഒരു പക്ക ഫ്രോഡാണ് ഇവനും. ഫ്രോഡാണ്, നിങ്ങൾ സൂക്ഷിക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾക്ക് വിശ്വാസമില്ലെങ്കിൽ ഇവനായിട്ടുള്ള കാര്യങ്ങൾ സംസാരിച്ച് ഇവൻ പക്ക തട്ടിപ്പ് ഉടായ്പിന്റെ മാർഗങ്ങളിലൂടെ ഇവൻ പല കാര്യങ്ങളും നിങ്ങളായിട്ട് ഷെയർ ചെയ്യും. അപ്പോൾ ഇവനായിട്ട് നിങ്ങൾ ഓവറായിട്ട് ഇവൻ എന്തെങ്കിലും തരത്തിൽ ഡോക്യുമെന്റ് ചെയ്യാൻ കൊടുത്ത ആളുകളാണെങ്കിൽ നിങ്ങൾ എൻ്റെ വീഡിയോൻ്റെ അടിയിൽ വന്ന് കമന്റ് ചെയ്യുക. കാരണം ഇവനെ പോലുള്ള ആളുകൾ ഇനി റഷ്യയിൽ ഓവർ നിന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ വിഷയത്തിലേക്ക് പോകും. ഇങ്ങനെയുള്ള കള്ളന്മാരെ പിടിച്ച് പുറത്താക്കുക എന്നുള്ള ഒരു ലക്ഷ്യമാണ് എനിക്ക് ഉള്ളത്. അപ്പോൾ ആ ലക്ഷ്യത്തിലേക്ക് മുന്നേറണമെങ്കിൽ നിങ്ങളെ എല്ലാവരുടെയും ഒരു ഹെൽപ്പ് എനിക്ക് ഉണ്ടാവണം. കാരണം നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് മുന്നേറാം. ഇങ്ങനെയുള്ള കള്ളന്മാരെയൊക്കെ പിടിച്ച് ഈ സ്കാമറേയും ഈ ഫ്രോഡിനെയൊക്കെ പിടിച്ച് നമുക്ക് ഇവിടുന്ന് പുറത്താക്കേണ്ട ആവശ്യമുണ്ട്. കാരണം ഇത് ഇങ്ങനെ നീണ്ടുപോയാൽ പാവപ്പെട്ട ഒരുപാട് ആളുകൾ പറ്റിക്കപ്പെടും. അപ്പോൾ അതിന് റഷ്യയിൽ ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് മുന്നേറാം എന്ന് പറഞ്ഞുകൊണ്ട് വീഡിയോ നിർത്തുകയാണ്. എല്ലാവർക്കും ഗുഡ് ബൈ.